പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 25 പള്ളിക്കൂദാശ കാലം 3-ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ, വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 14 വരെ. സ്വർഗീയ ജെറൂസലേം നഗരത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേലോ കുഞ്ഞാടിന്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. പുതിയ ഇസ്രായേലിനെയും ഇസ്രായേലിന്റെ ദൗത്യത്തെയും സൂചിപ്പിക്കുന്നവയാണ് ഇന്നത്തെ 2 വായനകളും. വെളിപാടിന്റെ പുസ്തകത്തിലെ സ്വർഗീയ ജെറൂസലേം നഗരത്തെയും അതിന്റെ 12 കവാടങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മെ എസെക്കിയേലിന്റെ പ്രവചനം 40-48 അധ്യായങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 12 കവാടങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേര് വഹിക്കുന്നവയും അതിലൂടെയാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ പട്ടണത്തിന് പുറത്തേക്ക് കൃഷിയിടങ്ങളിലേക്കോ മേച്ചിൽപ്പുറങ്ങളിലേക്കോ പോയിരുന്നതെന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്ന 12 എന്ന സംഖ്യയ്ക്കും 12 പ്രതിനിധാനം ചെയ്യുന്ന അപ്പസ്തോലന്മാർക്കും അപ്പസ്തോലന്മാർ ശേഖരിക്കുന്ന 12 കുട്ടം നിറയെ അപ്പകഷ്ണങ്ങൾക്കും എസെക്കിയേലിനെ അടിസ്ഥാനപ്പെടുത്തി വെളിപാടിന്റെ പുസ്തകത്തിൽ നഗരത്തിലെ 12 കവാടങ്ങൾക്ക് തമ്മിൽ ഏറെ ബന്ധമുണ്ടെന്ന് കാണാൻ കഴിയും. പഴയ ഇസ്രായേലിന്റെ 12 കവാടങ്ങൾ എന്നുപോലെ പുതിയ ഇസ്രായേലിന്റെ 12 അടിസ്ഥാനങ്ങളാണ് 12 അപ്പസ്തോലന്മാർ. സ്വജാതിയരും വിജാതീയരുമായി തന്റെ പക്കലേക്ക് വചനം ശ്രവിക്കാൻ ദാഹത്തോടെ വന്നവരെയെല്ലാം യേശു തന്റെ അനുകമ്പാർദ്ര സ്നേഹത്തോടെ സംതൃപ്തരാക്കിയതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യനും തന്റെ പക്കലേക്ക് വരുന്ന കർത്താവിന്റെ വചനം ശ്രവിക്കാൻ വരുന്നവരെ സംതൃപ്തരാക്കണമെന്നതിന്റെ സൂചനയാകാം അപ്പസ്തോലന്മാർ അന്ന് ശേഖരിച്ച 12 കുട്ട നിറയെ അപ്പകഷ്ണങ്ങൾ. അതിനർത്ഥം യേശു അന്ന് നിർവഹിച്ച ആ കാരുണ്യത്തിന്റെ പ്രവൃത്തി, അനുകമ്പയുടെ പ്രവൃത്തി ഇന്നും തുടരേണ്ടതാണ്. അത് തുടരേണ്ടതോ അപ്പസ്തോലന്മാരിലൂടെ എന്നതുപോലെ ഇന്ന് നാം ഓരോരുത്തരുടെയുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും കൊണ്ട് മാത്രമേ തമ്പുരാന്റെ കാരുണ്യ പ്രവൃത്തികൾ, ദയയുടെ പ്രവൃത്തികൾ ഇന്ന് ഈ ലോകത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളെയും അവിടുത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ തമ്പുരാന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത ആ 5 അപ്പവും 2 മീനുമാണല്ലോ അവിടുന്ന് ആശീർവദിച്ച് ആ ജനങ്ങൾക്ക് അപ്പസ്തോലന്മാരോട് നൽകിയത്. ഇന്ന് നമുക്ക് ആ കാരുണ്യത്തിന്റെ കൈകളായിട്ട് മാറാം. 12 കുട്ട നിറയെ നമുക്കും ശേഖരിച്ചു കാത്തിരിക്കാം, ജനത്തെ സംതൃപ്തരാക്കാൻ, ആ വലിയ അലിവിന്റെ ഹൃദയം സ്വന്തമാക്കാൻ കർത്താവിന്റെ വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുന്ന നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.